നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗര നവീകരണത്തിലെ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ചെറുപ്പശ്ശേരി നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച്. ഭരണസമിതിയുടേത് ജനദ്രോഹ നടപടികളെന്ന് നേതാക്കൾ. യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിക്കുന്നു. വരോട് അനങ്ങന്മലയിലെ കോറിയിലെ കരിങ്കൽ ഖനനം ഉടൻ പുനരാരംഭിക്കേണ്ടെന്ന് ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശം. കോറിയിൽ വിവിധ വകുപ്പുകൾ ചേർന്നുള്ള പരിശോധന ഉടൻ. കോറികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 16-ന് അനങ്ങനടി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സംരക്ഷണ വലയം തീർക്കും. മണ്ണാർക്കാട് വീട്ടിൽ ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തിയവർ 20 ലക്ഷം രൂപ കവർന്ന സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെപ്പറ്റി വിവരം ലഭിച്ചതായി സൂചന. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശി വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടി. ചെറുപ്പശ്ശേരി ചെമ്പരത്തിമാട് മലയിലെ കോടിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPM പ്രക്ഷോഭത്തിന്. പ്ലാന്റിൽ നിന്നും അസഹനീയമായ ദുർഗന്ധമെന്ന നേതാക്കൾ. അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 16 മുതൽ അനിശ്ചിതകാല സമരം നടത്തും. വയനാട്ടിലെ ദുരിതബാധിതർക്ക് താങ്ങായി SNDPയും. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ലളിതമാക്കി. ആ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ആഗസ്റ്റ് 20-ന് നിശ്ചയിച്ച ഘോഷയാത്രയും പൊതുസമ്മേളനവും ഒഴിവാക്കിയതായി പെരിന്തൽമണ്ണ യൂണിയൻ ഭാരവാഹികൾ. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ പറമ്പൻ തരിശ് കനാൽ റോഡിന്റെ അടിഭാഗം അടർന്നു വീണു. ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയിൽ. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നഗര നവീകരണത്തിലെ വീഴ്ച ഉൾപ്പെടെ ചെറുപ്പശ്ശേരി നഗരസഭ ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അസീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നഗരനവീകരണ പ്രവർത്തനങ്ങളിലെ അലംഭാവം, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ അട്ടിമറി, അന്യായമായ നികുതി വർധനവ്, ഫണ്ട് വിനിയോഗത്തിലെ അപാകതകൾ തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ചാണ് മുസ്ലിം ലീഗ് ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത്. മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അസീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് നഗരസഭാ ഭരണസമിതിയുടേതെന്ന് KK അസീസ് കുറ്റപ്പെടുത്തി. നിങ്ങൾക്കറിയാമല്ലോ, ടൗൺ നവീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങ് മഞ്ചക്കല്ല് മുതൽ കച്ചേരിക്കുന്ന് വരെ റോഡെല്ലാം കുത്തിപ്പൊളിച്ച് ഇതാ ഇപ്പോ ഇവിടെ നടപ്പാക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയ പണി എവിടെ എത്തി? അതിനുള്ള ഓരോ അപാകതകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പൊതുജനങ്ങളോട് ഇവിടെ പ്രസംഗിച്ചു. ഭരണാധികാരി വർഗത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഒരു നടപടിയും ഉണ്ടായില്ല. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് CA ബക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK നജീബ്, യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ് ചോലയിൽ, കൗൺസിലർമാരായ മൊയ്തീൻകുട്ടി, ഷഹനാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ചളവറ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി NK ബഷീർ, ഇക്ബാൽ ദുറാനി, അലി മാസ്റ്റർ, ബീരാൻ ഹാജി, പാലക്കൽ ബാപ്പുട്ടി, നിഷാദ് വാണിയപ്പുര, ഫായിസ് മോൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഒറ്റപ്പാലം വരോട് 4-ാം മൈലിൽ അനങ്ങന്മലയിലെ കരിങ്കൽ കോറിയിലെ ഖനനം തൽക്കാലം പുനരാരംഭിക്കേണ്ടെന്ന സബ് കളക്ടറുടെ നിർദ്ദേശം. കോറിയുടെ പ്രവർത്തനത്തിനെതിരെ പരാതികൾ ഉയരുകയും പ്രത്യേക പരിശോധന നടത്താൻ ഇരിക്കവെയാണ് ഈ നിർദ്ദേശം. ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജിയോളജിസ്റ്റും ഒറ്റപ്പാലം തഹസിൽദാറും കോറിയിൽ പരിശോധന നടത്താനിരിക്കുകയാണ്. ഇതിനുശേഷം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലും കനത്ത മഴയുമുണ്ടായ സാഹചര്യത്തിൽ കോറികളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഉത്തരവുണ്ടായിരുന്നു. മഴ കുറഞ്ഞതോടെ കഴിഞ്ഞ തിങ്കൾ മുതൽ കോറികളിൽ ഖനനം പുനരാരംഭിക്കാമെന്നും ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ അനങ്ങന്മലയിലെ കോറിയിൽ ഖനനം തൽക്കാലം നിർത്തിവെക്കാനാണ് പ്രത്യേക സാഹചര്യത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ ചേർന്നുള്ള പരിശോധന ഉടൻ നടക്കും. ലൈസൻസ് ചട്ടങ്ങൾ, കോടതി നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുക. പരിശോധന പൂർത്തിയാക്കി അതിലെ വിലയിരുത്തലുകൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചർച്ച ചെയ്യും. ഇതിനുശേഷമാണ് പുനരാരംഭിക്കുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നും അധികൃതർ അറിയിച്ചു.
അനങ്ങന്മലയിലെ ക്വാറിയുടെ പ്രവർത്തനത്തിൽ ആശങ്കയറിയിച്ച് സ്കൂളുകളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഉൾപ്പെടെ പ്രതിഷേധിക്കുകയും ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്താൻ സബ് കളക്ടർ നിർദ്ദേശിച്ചത്. ജീവനും സ്വത്തിനും ഭീഷണിയായ അനങ്ങന്മലയിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ആഗസ്റ്റ് 16-ന് സംരക്ഷണ വലയം തീർക്കും. പി മമ്മിക്കുട്ടി MLA അടക്കമുള്ളവർ സംരക്ഷണ വലയത്തിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനങ്ങന്മലയുടെ താഴ്വാരത്ത് പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘമാണ് സ്കൂൾ മൈതാനിയിൽ സംരക്ഷണ വലയം തീർക്കുന്നത്. അനങ്ങന്മലയോട് ചേർന്നുള്ള കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും അതിനാൽ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓഗസ്റ്റ് 16-ന് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സംരക്ഷണ വലയം തീർക്കുന്നത്. പി മമ്മിക്കുട്ടി MLA അടക്കമുള്ളവർ സംരക്ഷണ വലയത്തിൽ പങ്കെടുക്കുമെന്ന് PTA പ്രസിഡന്റ് K റഫീഖ് പറഞ്ഞു. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിന്റെ ഏക ഹയർ സെക്കൻഡറി വിദ്യാലയമായ അനങ്ങനടി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ 2000-ലധികം കുട്ടികൾ പഠിക്കുന്നു. അതിനപ്പുറം തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളിലെ ആയിരക്കണക്കിന് കുട്ടികൾക്കും അതുപോലെ തന്നെ അനങ്ങമലയുടെ താഴെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും ഭീഷണിയാണ്. ഈ ആയിരക്കണക്കിന് കുട്ടികളുടെയും ആയിരക്കണക്കിന് കുടുംബങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് അധികാരി വർഗം ഈ അനങ്ങമല ക്വാറി പൊട്ടാൻ ഇടയാകുന്ന ഈ ക്വാറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 16-ാം തീയതി 10 മണിക്ക് ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA മമ്മിക്കുട്ടി അവറുകൾ, ബഹുമാനപ്പെട്ട അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ അവറുകൾ തുടങ്ങിയ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അനങ്ങനടി ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് അനങ്ങനടി ഹൈസ്കൂൾ മൈതാനിയിൽ സംരക്ഷണ വലയം തീർക്കും. നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂളിലെ 200-ലധികം വിദ്യാർത്ഥികളുടെ ഒപ്പുശേഖരണം നടത്തി ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും നിവേദനം നൽകുമെന്ന് ഹെഡ് മിസ്ട്രസ് KT ജയശ്രീ പറഞ്ഞു. നമ്മളെ ഏവരെയും മനസ്സ് നടുക്കിയ സംഭവമാണത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആളുകൾ അനുഭവിക്കുന്ന യാതനകളും അതേപോലെ തന്നെ വെള്ളാർമല സ്കൂളിൽ കണ്ട ദുരന്തമൊക്കെ നമ്മുടെ നാടിനെയും, അതായത് കോതകുറിശി, പനമണ്ണ, അനങ്ങനടി ഈ പ്രദേശത്തെ നാട്ടുകാരെയും അനങ്ങന്മലയുടെ നേരെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയൊക്കെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ പൊതുജനങ്ങളിലോ അല്ലെങ്കിൽ അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇങ്ങനൊരു ഇത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ കുട്ടികളിൽ കൊണ്ടൊരു നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട്. കളക്ടർക്കും സബ് കളക്ടർക്കും അതേപോലെ എല്ലാ അധികാരികൾക്കും, ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും നൽകാനായിട്ട് ഒരു നിവേദനം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ കുട്ടികളിൽ നിന്ന് 1 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. അത് കളക്ടർക്ക് കൈമാറണമെന്ന് വിചാരിക്കുന്നു. വയനാടിന് കൈത്താങ്ങായി വിദ്യാർത്ഥികൾ ചേർന്ന് സ്വരൂപിച്ച 1 ലക്ഷം രൂപയും കൈമാറും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് KP നിഷ, PTA അംഗം P ബഷീർ, വിദ്യാർത്ഥികളായ K നവ്യ, C മിസ്ബ തുടങ്ങിയവരും പങ്കെടുത്തു. വീട്ടിൽ ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തിയവർ 20 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി മണ്ണാർക്കാട് പോലീസ്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. തെങ്കര മണ്ണടി മുണ്ടോൻ ഷെരീഫിന്റെ വീട്ടിൽ ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തിയവരാണ് വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച പണവുമായി കടന്നുകളഞ്ഞത്. തിങ്കളാഴ്ചയാണ് സംഭവം. ഷെരീഫിന്റെ സുഹൃത്ത് വഴിയാണ് യുവാക്കൾ എത്തിയത്. സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ട്രെഡ്മിൽ സ്ഥാപിക്കുന്ന ജോലി നടന്നിരുന്നത്. ഈ നിലയിലെ അലമാരയിൽ പണമടങ്ങിയ സൂട്ട് കേസ് ഉണ്ടായിരുന്നു. അലമാര പൂട്ടിയിരുന്നില്ല. ജോലി നടക്കുന്ന സമയത്ത് ഷെരീഫും സ്ഥലത്തുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഷെരീഫ് താഴത്തേക്ക് ഇറങ്ങിയതിനു പിന്നാലെ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ജോലിക്കാരും ഇറങ്ങി. ഭക്ഷണം കഴിച്ചു വരേണ്ട സമയം കഴിഞ്ഞ് കാണാതായതിനെ തുടർന്ന് വിളിച്ചപ്പോൾ അരമണിക്കൂറിനകം വരുമെന്ന് അറിയിച്ചു. വീണ്ടും വിളിച്ചപ്പോൾ അത് ആവർത്തിച്ചു. സംശയം തോന്നി അലമാരയിൽ നോക്കിയപ്പോഴാണ് പണം നഷ്ടമായ വിവരം അറിഞ്ഞത്. പിന്നീട് ഫോണിൽ വിളിച്ചാൽ കിട്ടാതാവുകയായിരുന്നു. പണമിടപാടുകാരനായ തമിഴ്നാട് സ്വദേശിയെ ഭാരതപ്പുഴയിൽ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ.
കോയമ്പത്തൂർ സ്വദേശി ഷാഹിൻ ഷെയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ 40-കാരനായ പത്മനാഭനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കോയമ്പത്തൂർ കരിമ്പുകട ആസാദ് നഗർ MCR നഗറിൽ 22-കാരനായ ഷാഹിൻ ഷെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ കൊട്ടേഷൻ സംഘത്തിലെ 5 പേർ അറസ്റ്റിലായിരുന്നു. നേരത്തെയും കൊട്ടേഷൻ സംഘം പത്മനാഭനെ ആക്രമിക്കാൻ ശ്രമം നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം 4-ന് നടത്തിയ ആക്രമണ ശ്രമത്തിലെ പ്രതിയാണ് ടാക്സി ഡ്രൈവറായ ഷാഹിൻ ഷാ. കൂടാതെ കൊട്ടേഷൻ ആസൂത്രണത്തിലെ പ്രതിയും കൂടിയാണ് ഇയാളെന്നും പോലീസ് പറഞ്ഞു. ഇതോടെ കേസിൽ 6 പേർ പിടിയിലായി. കഴിഞ്ഞ മാസം 11-ന് രാവിലെ 7:30ഓടെയാണ് സംഭവം. വാണിയംകുളം കന്നുകാലി ചന്തയിലേക്ക് പോകാൻ വേണ്ടി എത്തിയതായിരുന്നു പത്മനാഭൻ. ഒറ്റപ്പാലത്ത് തീവണ്ടി ഇറങ്ങി മാനൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയപ്പോൾ ഒരു സംഘം വെട്ടിയും കുത്തിയും ഗുരുതര പരിക്കേൽപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണ് ആക്രമണത്തിന് കാരണം. ചെറുപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിലെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി CPM. ആഗസ്റ്റ് 16 മുതൽ ചെറുപ്പളശ്ശേരിയിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുപ്പളശ്ശേരി നഗരസഭയിലെ 23-ാം വാർഡ് ചെമ്പരത്തിമാട് മലയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും വമിക്കുന്ന അസഹനീയമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾ വലിയ ദുരിതം നേരിടുന്ന സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരപരിപാടികളുമായി CPM രംഗത്തിറങ്ങുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. നേരത്തെ പലതവണ നാട്ടുകാർ പ്ലാന്റിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ച് താൽക്കാലികമായി പ്ലാന്റ് അടച്ചുപൂട്ടിയിരുന്നെങ്കിലും വീണ്ടും തുറന്നിരിക്കുകയാണ്. നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോക്കെതിരെ അനുകൂലമായ ചില വിധികൾ സമ്പാദിച്ചാണ് പ്ലാന്റിന്റെ പ്രവർത്തനം. 50-ലധികം കുടുംബങ്ങൾ ഇതിന് സമീപത്തെ കോട്ടക്കുന്നിലും മറ്റുമായി താമസിക്കുന്നുണ്ട്. ദുർഗന്ധം മാത്രമല്ല, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉൾപ്പെടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും ജനങ്ങൾ നേരിടുന്നുണ്ട്. പലതവണ ഇതിന്റെ ഭവിഷ്യത്തുകൾ പ്ലാന്റ് നടത്തിപ്പുകാരെ അറിയിച്ചതാണ്. എന്നാൽ അവർ ആധുനികമായ യന്ത്രസാമഗ്രികൾ സ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 16 മുതൽ ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് CPM അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാകും സമരം. CPM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ 16-ാം തീയതി തൊട്ടിട്ട് അനിശ്ചിതകാല സമരം ഞങ്ങൾ നടത്താൻ പോവുകയാണ്. അവിടെയുള്ള പ്രദേശവാസികളും പാർട്ടിയുടെ നിലവിലുള്ള ചെറുപ്പളശ്ശേരി പ്രദേശത്തെ 2 ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ചുകളും അതിൻ്റെ വർഗബഹുജന സംഘടനയിലെ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രധാന ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിലുള്ള ഷെഡിൽ വെച്ചാണ് നമ്മൾ സമരത്തിന് ഒരുങ്ങാൻ പോകുന്നത്. രാവിലെ 10 മണി തൊട്ട് 2 മണി വരെയാണ് സമരം നടത്തുന്നത്. തുടർച്ചയായുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ അന്ത്യം കാണുന്ന രീതിക്കനുസരിച്ചുള്ള സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വാർത്താ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയും നിങ്ങൾ ഏവരുടെയും സഹകരണം ഇതിനാവശ്യമാണ് എന്നുള്ളത് കൂടിയാണ് നിങ്ങളുടെ അടുത്ത് വിനയമായിട്ട് പറയാനുള്ളത്. CPM ലോക്കൽ സെക്രട്ടറിമാരായ C. ജയകൃഷ്ണൻ, P. ലുക്മാൻ, ലോക്കൽ കമ്മിറ്റി അംഗം K. ഗംഗാധരൻ, വാർഡ് മെമ്പർ ബിജീഷ് കണ്ണൻ, K. മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമരപരിപാടികൾക്കൊപ്പം നിയമപരമായ പോരാട്ടവും തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ പറമ്പൻ തരിശ് കനാൽ റോഡിന്റെ അടിഭാഗം അടർന്നു വീണു. പ്രദേശവാസികളുടെ യാത്ര അപകട ഭീതിയിൽ. റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതാണ് പ്രധാന കാരണം. പറമ്പൻ തരിശ് ജംഗ്ഷനിലാണ് കോൺക്രീറ്റ് ചെയ്ത കനാൽ റോഡിന്റെ അടിഭാഗം പൊളിഞ്ഞു വീണത്. കോൺക്രീറ്റിന്റെ ബലത്തിലാണ് റോഡ് നിൽക്കുന്നത്. ഭാരമുള്ള വാഹനങ്ങൾ കയറിയാൽ അപകടം ഉറപ്പാണ്. കനാലിന്റെ വശത്തെ സംരക്ഷണ ഭിത്തി മഴയിൽ തകർന്നതോടെ റോഡിന്റെ കോൺക്രീറ്റിന് അടിയിലെ മണ്ണടർന്നുപോയി. അപകടം ഒഴിവാക്കാൻ നാട്ടുകാർ കല്ലുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. സ്കൂൾ വാഹനങ്ങളും ഫാമുകളിലേക്കുള്ള വാഹനങ്ങളും ഉൾപ്പെടെ ഇതുവഴിയാണ് പോകുന്നത്. കാർഷിക മേഖലയായതിനാൽ വാഴക്കുല, തേങ്ങ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനും വാഹനങ്ങൾക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയായി. മൈനർ ഇറിഗേഷൻ്റെതാണ് കനാൽ. അടിയന്തരമായി കനാൽ റോഡിന്റെ തകർച്ച പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരാഴ്ചയായിട്ട് സ്കൂൾ വണ്ടികളും മറ്റുള്ള ലോഡ് വണ്ടികളൊന്നും പോകുന്നില്ല. ഇത് വലിയ വണ്ടികൾ പോകുമ്പോൾ വലിയ അപകടമാണ്. എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുമെങ്കിൽ പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വാർഡ് മെമ്പറായിട്ടുള്ള ഒന്ന് നോക്കിയായിരുന്നത് ഒന്നും റെഡിയാക്കിയിട്ടില്ല. വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാതെ വലിയ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒന്നും പോകുന്നില്ല. ഇപ്പോൾ 10-15 വീടിൻ്റെ വീടുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ വലിയ ലോഡ് വണ്ടികളും മറ്റുള്ളൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത, അതിൽ ഫാമുകളുണ്ട്, അവർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇടവേള.
യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ദേശീയപാതയിൽ കരിങ്കല്ലത്താണി തൊടുകാപ്പ് ഭാഗങ്ങളിൽ രൂപപ്പെട്ട കുഴികൾ അടച്ചു തുടങ്ങി. ദേശീയപാതയും പെരിന്തൽമണ്ണയിലെ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അധികൃതർ ഓട്ടയടയ്ക്കൽ ആരംഭിക്കുന്നത്. യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി ദേശീയപാതയും ഉപരോധിച്ചതോടെയാണ് കുഴികളടയ്ക്കാനായി അധികൃതർ മുന്നോട്ട് വന്നത്. ബുധനാഴ്ച രാവിലെ തൊടുക്കാപ്പ് പള്ളിക്ക് സമീപത്തെ കുഴികളടച്ചു. തുടർന്ന് മണലുംപുറത്തെയും 53-ാം മൈലിലെയും കുഴികളും അടയ്ക്കും. ശേഷം നാട്ടുകൽ മുതൽ പെരിന്തൽമണ്ണ വരെ രൂപപ്പെട്ട കുഴികളും അടയ്ക്കും. തൊടുക്കാപ്പ് പള്ളിക്ക് സമീപത്തെയും മണലുംപുറത്തെയും കുഴികളിൽ വാഹനങ്ങൾ ചാടി നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. വിഷയം ബന്ധപ്പെട്ട വകുപ്പുകളെ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ അറിയിച്ചിരുന്നെങ്കിലും കുഴികളടയ്ക്കാനുള്ള തീരുമാനത്തിൽ അധികൃതർ എത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പെരിന്തൽമണ്ണയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും അന്ന് തന്നെ വൈകുന്നേരം തൊടുകാപ്പിൽ ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി ദേശീയപാതയും ഉപരോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് കുഴികളടയ്ക്കാനുള്ള തീരുമാനത്തിൽ അധികൃതർ എത്തിയത്. യൂത്ത് ലീഗിന്റെ പിടിവിടാതെയുള്ള സമരങ്ങളുടെ വിജയമാണിതെന്ന് മുസ്ലിം ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഹംസപ്പ പറഞ്ഞു. പെരിന്തൽമണ്ണ നാഷണൽ ഹൈവേയുടെ ഓഫീസ് ഭാരവാഹികൾ ഉപരോധിച്ചുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ സൈറ്റിൽ ഈ ഗർത്തങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ള കുഴികളൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ഈ അപകടകരമായ അവസ്ഥയിലുള്ള ഈ സൈറ്റിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ അതുപോലെ തന്നെ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഏതായാലും ഇപ്പോൾ അധികാരികൾ കണ്ണു തുറന്നതിൽ വളരെ സന്തോഷമുണ്ട്. താൽക്കാലികമായിട്ടാണെങ്കിലും ശരി, നമ്മൾ സാധാരണ ചെയ്യുന്ന വെറും മണ്ണിനപ്പുറം അല്ലെങ്കിൽ വെറും കോറി വേസ്റ്റ് ഇടുന്നതിനപ്പുറം ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോൾ അവർ ഏറെക്കുറെ അത് ഫില്ല് ചെയ്യുന്നുണ്ട്. താൽക്കാലിക പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ ഇടയ്ക്കിടെ ഈ ഭാഗങ്ങളിൽ റോഡ് പൊളിയാനുള്ള കാരണങ്ങൾ കണ്ടെത്തി ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ മുന്നോട്ട് വരണം. അല്ലാത്തപക്ഷം വീണ്ടും സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കെ ഹംസപ്പ പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതും ഒരു ശാശ്വത പരിഹാരമല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു കുഴിയടക്കൽ മാത്രമാണിത്. മാസങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്ക് ഇങ്ങനെ ഇവർ പറയുന്നത് അടിയിൽ നിന്ന് ഇതിന് നീരുറവുണ്ട് എന്നുള്ളൊക്കെ ഒരു സംശയമൊക്കെ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ശാശ്വതമായിട്ട് ശാസ്ത്രീയമായിട്ട് ഏത് രീതിയിൽ അതിന് പരിഹാരം കണ്ടെത്തണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള സ്ഥിരമായ രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CP സുബൈർ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി റിയാസ് കപൂർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PT സയ്യിദ് മുഹമ്മദ്, യൂസഫ് പാലോട്, V ഷാഹുൽ ഹമീദ് എന്നിവർ പ്രവൃത്തികൾ വിലയിരുത്താനായി തൊടുക്കാപ്പിലെത്തിയിരുന്നു. മെറ്റലും ടാറും ഉപയോഗിച്ചാണ് കുഴികളടയ്ക്കുന്നത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ലളിതമാക്കി ആ തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ചതയ ദിനമായ ആഗസ്റ്റ് 20 നിശ്ചയിച്ചിരുന്ന ഘോഷയാത്രയും പൊതുസമ്മേളനവും ഒഴിവാക്കിയതായി SNDP പെരിന്തൽമണ്ണ യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണ SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഓഗസ്റ്റ് 20 വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയതായി യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങൾ ചുരുക്കി വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറും. ദുരിതാശ്വാസ നിധിയിലേക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകളെ ഈ സംഖ്യ ഏൽപ്പിക്കാനുമാണ് പെരിന്തൽമണ്ണ യൂണിയൻ കൗൺസിലിന്റെ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. നഗരം ചുറ്റിയുള്ള ഘോഷയാത്രയും ടൗൺ സ്ക്വയറിൽ നിശ്ചയിച്ചിരുന്ന പൊതുസമ്മേളനവും ഒഴിവാക്കി. പകരം SNDP യൂണിയൻ മന്ദിരത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിനം മാത്രം ആചരിക്കും. അവാർഡ് വിതരണം, പ്രഭാഷണം, വർണ്ണോത്സവം, ദൈവദശക ആലാപന മത്സരം, വിജയികൾക്ക് സമ്മാന വിതരണം എന്നീ പരിപാടികൾ മാത്രമാണ് നടത്തുക. MLA നജീബ് കാന്തപുരം പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. അനുമോദനവും അവാർഡ് വിതരണവും മുനിസിപ്പൽ ചെയർമാൻ P ഷാജി നിർവഹിക്കും. PTM ഗവൺമെന്റ് കോളേജിലെ കൊമേഴ്സ് PG വിഭാഗം പ്രൊഫസർ ഡോക്ടർ P ബൈജുമോൻ ചതയദിന സന്ദേശം നൽകുമെന്ന് യൂണിയൻ സെക്രട്ടറി വാസു കോതറായിൽ, ബോർഡ് അംഗം K രമേശ്, യൂണിയൻ കൗൺസിലർമാരായ ബാബു പട്ടുകുത്ത്, പ്രദീപ് കുന്നത്തെ എന്നിവർ അറിയിച്ചു. യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് T പ്രസന്നകുമാരി, സെക്രട്ടറി K വിജയലക്ഷ്മി, യൂത്ത് മൂവ്മെന്റ് ജില്ലാ ചെയർമാൻ KS രാജേഷ്, യൂണിയൻ സൈബർ സേന ചെയർമാൻ P ഗോവിന്ദ് സുനിൽ, കൺവീനർ P പവിഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭ വയോജനങ്ങൾക്കായി പകൽ വീട് നിർമ്മിക്കും. 32ാം വാർഡിലെ SMUP സ്കൂളിന് സമീപത്ത് പകൽ വീട് നിർമ്മിക്കാൻ KSSPU സംഘടനയ്ക്ക് അനുമതി നൽകി. നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുമ്പൂർ മൊഴി മാതൃകയിൽ ജൈവ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ 32ാം വാർഡിലെ സ്കൂളിന് സമീപത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ വയോജനങ്ങൾക്ക് പകൽ വീട് നിർമ്മിക്കും.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിന്തൽമണ്ണ ഘടകത്തിന് പകൽ വീട് കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകി. സ്ഥലം പാട്ടത്തിനെടുത്ത് സംഘടനയുടെ സ്വന്തം ചിലവിലാണ് പകൽ വീട് നിർമ്മിക്കുക. പകൽ വീട് പദ്ധതിക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി. ലൈഫ് ഭവന പദ്ധതി പട്ടികയിൽ നഗരസഭയ്ക്ക് പുറത്തുള്ള 4 ഗുണഭോക്താക്കളെയും കൂടി ഉൾപ്പെടുത്തും. നഗരസഭയുടെ ലൈഫ് പട്ടികയിൽ ഉൾപ്പെട്ട അങ്ങാടിപ്പുറത്ത് സ്വന്തമായി സ്ഥലമുള്ള 4 ഗുണഭോക്താക്കളെയാണ് ഉൾപ്പെടുത്തുന്നത്. ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തോടെ 16 ലക്ഷം രൂപയുടെ പ്രത്യേക പദ്ധതി തയ്യാറാക്കി. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുമ്പൂർ മൊഴി മാതൃകയിൽ ജൈവമാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ബോയ്സ് ഹയർ സെക്കൻഡറി, ഗേൾസ് ഹയർ സെക്കൻഡറി, PTM ഗവൺമെന്റ് കോളേജ് പാതായ്ക്കര, AMUP കുന്നപ്പള്ളി, AMUP പാതായ്ക്കര, AMUP എരവിമംഗലം, GMLP പെരിന്തൽമണ്ണ, AMLP പൊന്നിയാംകുറിശി, KMMUP തുടങ്ങിയ സ്കൂളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ റോഡ് പരിസരത്തും നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലും എയർപോർട്ട് നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയ ആസ്പിറേഷൻ ടോയ്ലറ്റുകളും നിർമ്മിക്കും. പദ്ധതികൾക്കെല്ലാം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി. ഗതാഗതക്കുരുക്കിൽ അമർന്ന് പട്ടാമ്പി ടൗൺ. പാലത്തിനു മുകളിലൂടെ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നു. മണിക്കൂറുകളോളമാണ് ടൗണിലെ ഗതാഗതക്കുരുക്ക്. പട്ടാമ്പി പാലം നിബന്ധനകൾക്ക് വിധേയമായി വാഹനഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ തുടങ്ങിയ ടൗണിലെ ഗതാഗതക്കുരുക്ക് അഴിയാതെ തുടരുകയാണ്. ബുധനാഴ്ച രാവിലെ വലിയ തോതിലാണ് ടൗണിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. പാലത്തിൽ നിന്നുമുള്ള വാഹനങ്ങളുടെ നിര മേലെ പട്ടാമ്പി വരെ എത്തിയിരുന്നു. കനത്ത മഴയിൽ ജൂലൈ 30-നാണ് ഭാരതപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി പാലത്തിനു മുകളിലൂടെ ഒഴുകിയത്. തുടർന്ന് നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റവരിയായാണ് പാലത്തിനു മുകളിലൂടെ വാഹനഗതാഗതം അനുവദിച്ചത്. ഇതോടെയാണ് ടൗണിലെ യാത്രാ ദുരിതം ഇരട്ടിയായത്. പോലീസ് നിയന്ത്രണങ്ങളുമായി രംഗത്തുണ്ടെങ്കിലും പലപ്പോഴും ഗതാഗതക്കുരുക്ക് അഴിയുന്നില്ല. ചരക്ക് വാഹനങ്ങൾക്ക് പാലത്തിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ യാതൊരു കാരണവശാലും പാലത്തിൻ്റെ കൈവരികളുടെ പണി കഴിയാതെ കടത്തിവിടരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതൊന്നും അധികാരികൾ കേൾക്കാതെ ഇപ്പോൾ നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പട്ടാമ്പിയുടെ ബ്ലോക്ക്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം വെച്ച് പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ബസ്സുകൾ, അതുപോലെ വലിയ ലോറികളടക്കമുള്ള വാഹനങ്ങൾ യാതൊരു കാരണവശാലും പാലത്തിലൂടെ കടത്തിവിടരുത് എന്ന് അധികാരികളെ എല്ലാ അധികാരികൾക്കും ഞാൻ കത്തയച്ചു. പക്ഷേ കത്തയച്ചിട്ട് ഇന്നേക്ക് 4 ദിവസമായി. ആരും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാതെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാത്ത സാഹചര്യമാണ് നിലവിൽ. ആഴ്ചയായി പാലം തകർന്നിട്ട് ഇതുവരെയും കൈവരി നിർമ്മിക്കാനോ അതിന്റെ അറ്റകുറ്റി പണി നടത്താനോ ഇതുവരെയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒച്ചിന്റെ വേഗതയിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ കൈവരിയുടെയും പാലത്തിന്റെ അനുബന്ധ നിർമ്മാണം ഒച്ചിന്റെ വേഗതയിലാണ്. ഒച്ചിന്റെ വേഗതയും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പട്ടാമ്പി അങ്ങാടിയിൽ ഭയങ്കര ബ്ലോക്കാണ്. ഏതുവരെ എന്ന് ചോദിച്ചാൽ പട്ടാമ്പി ഗുരുവായൂർ റോഡ് മുതൽ മേലെ പട്ടാമ്പി ജംഗ്ഷൻ വരെ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ വർഷവും നടത്തിവരാറുള്ള കർഷക ദിനം ഇത്തവണയും സമുചിതമായി ആഘോഷിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ MR മുരളി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലെയും ചെർപ്പശ്ശേരി നഗരസഭയിലെയും ക്ഷീരകർഷകരെയും വിവിധ വിഭാഗങ്ങളിലെ കർഷകരെയും ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, വെള്ളിനേഴി പഞ്ചായത്തുകളിലെ മാതൃകാ കൃഷിക്കൂട്ടത്തെയും പരിപാടിയിൽ ആദരിച്ചു. കാർഷിക മേഖലയിൽ വലിയ ആശാവഹമായിട്ടുള്ള പുരോഗതി നമ്മുടെ നാട്ടിൽ ദൃശ്യമാണ്. ഞാനൊരു കണക്കെടുത്തപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇടക്കാലത്ത് ഈ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞു. കുറച്ചാളുകൾ കൃഷി ഉപേക്ഷിച്ചു. കുറെ ആളുകൾ ഭൂമി തരിശിട്ട് അങ്ങനെ വെറുതെ കിടക്കുന്നു. എന്നാൽ അടുത്ത കാലത്തായി നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതി കൂടി. പുതിയ ധാരാളം ആളുകൾ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാനും കർഷകർ തന്നെ സ്വന്തം ഭൂമിയിൽ വീണ്ടും കൃഷി ആരംഭിക്കാനും തയ്യാറാണ്. നെല്ല് സംഭരണം, ആ സംഭരിച്ച നെല്ലിന്റെ വില കൃത്യമായി ലഭിക്കുക, ഇതിനെല്ലാം ചില പ്രയാസങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. എങ്കിലും നെൽകൃഷി ലാഭകരമാണ്
എന്ന നിലയിൽ നെൽകർഷകർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈദാലി, കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നാസർ, ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ സുമിത, സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ, പത്മപ്രിയ, സെക്രട്ടറി ഇൻചാർജ് എ ശിവശങ്കരൻ, ശ്രീജ, ഡോക്ടർ ശ്യാമ തുടങ്ങിയവർ സംസാരിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പുലാപ്പറ്റ ചെറുനാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന രാമായണോത്സവം സമാപന സഭ 15-ന് രാവിലെ 9-ന് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വേദിയിൽ രാമായണ തത്വങ്ങളെക്കുറിച്ചും ഹൈന്ദവ ദർശനങ്ങളെക്കുറിച്ചും സ്വാമിയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കും. 15-ന് രാവിലെ 9-ന് പുലാപ്പറ്റ കൂട്ടാല ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പൂർണ്ണ കുംഭം നൽകി ചിദാനന്ദപുരി സ്വാമികളെ സ്വീകരിക്കും. തുടർന്ന് പഞ്ചവാദ്യത്തിൻ്റെയും നാമജപ ഘോഷയാത്രയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. സ്വാമി നയിക്കുന്ന സത്സംഗവേദിയിൽ ആധ്യാത്മികപരമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് സമയം നീക്കിവെച്ചിട്ടുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു. 13 വയസ്സുകാരൻ അഭിനവ് അശോക് 30 അടി ക്യാൻവാസിൽ വരച്ച രാമായണ ചിത്രങ്ങളുടെ സമർപ്പണവും ചെറുനാലുശ്ശേരി ഭഗവതിയെക്കുറിച്ച് ആലപിച്ച സുപ്രഭാത കീർത്തനം ഓഡിയോ കാസറ്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. രാവിലെ 8-ന് ക്ഷേത്രമൈതാനിയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് വിമുക്തഭടൻ എൻ സുനിൽകുമാർ പതാക ഉയർത്തും. പ്രസാദ ഊട്ടുമുണ്ടാകും. 16-ന് രാവിലെ 10:30 ക്ഷേത്രത്തിൽ സമൂഹാർച്ചനയും ഉണ്ടാകുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി പി എ സജീവ് കുമാർ, പ്രസിഡന്റ് വിശ്വനാഥൻ, ട്രഷറർ പി രാമകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംപൂജ്യ ചിദാനന്ദപുരി തിരുവടികൾ കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സംപൂജ്യ ചിദാനന്ദപുരി സ്വാമികൾ ഞങ്ങൾ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിക്കുകയും അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി നാലുശ്ശേരിക്കാവ് ഞങ്ങളോട് വരാമെന്ന് പറയുകയും ഞങ്ങൾ ആഗ്രഹിച്ച ഒരു തീയതി തന്നെ കിട്ടി. ഇതിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ 9 മണിക്ക് അദ്ദേഹത്തിന് ഭക്തജന സഹസ്രങ്ങളുടെ ഒരു സ്വീകരണം, ഭക്തജന സഹസ്രങ്ങൾ അതിന് തയ്യാറായിരിക്കുകയാണ്. നാലുശ്ശേരി ഭഗവതിയുടെ സന്നിധി അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള കൂട്ടാല ശ്രീകൃഷ്ണക്ഷേത്ര പരിസരത്ത് നിന്നും പഞ്ചവാദ്യവും അതുപോലെ തന്നെ 100-ലധികം താലങ്ങളും മുത്തുകുടകളും നാമജപ സങ്കീർത്തനങ്ങളും വലിയ ഒരു ജനാവലിയുടെ ഭക്തജന സഹസ്രങ്ങളുടെ വളരെ നാമജപങ്ങളോടെ വളരെ ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിൽ ചിദാനന്ദപുരിയേക്കുള്ള വലിയ ഒരു സ്വീകരണം. ആ സ്വീകരണത്തിന് ശേഷം നാലുശ്ശേരി ഭഗവതിയുടെ തിരുമുന്നിലുള്ള നടപ്പന്തലിൽ ആയിരങ്ങളെ ഇരിക്കാനുള്ള സൗകര്യം അവിടെ ഇതിനോടകം ഒരുക്കി കഴിഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കൺവെൻഷനും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും ശനിയാഴ്ച നടന്നു. വയനാട്ടിലെ ദുരിതബാധിതർക്കായി യൂണിറ്റ് സമാഹരിച്ച ഫണ്ടും ചടങ്ങിൽ ജില്ലാ നേതൃത്വത്തിന് കൈമാറി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കൺവെൻഷനും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവുമാണ് പട്ടാമ്പി ഇവാനിയ ഓഡിറ്റോറിയത്തിൽ നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ സംഖ്യ അത് സമാഹരിക്കുന്ന ജില്ലാ കമ്മിറ്റിയായി ഈ ജില്ലാ കമ്മിറ്റി മാറാൻ കേരള സംസ്ഥാനത്ത് തന്നെ 14 ജില്ലകൾ നമ്മളെക്കാൾ വലുപ്പമുള്ള അംഗസംഖ്യയുള്ള പണം കൊണ്ടും ബലം കൊണ്ടും ആസ്തി കൊണ്ടും നമുക്ക് മുകളിൽ നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രവർത്തനം ഈ വയനാട് ഫണ്ടിന്റെ അവസാന കണക്കുകൾ വരുമ്പോ അത് പാലക്കാട് ജില്ല കേരള സംസ്ഥാനത്ത് എഴുതി ചേർക്കുമെന്നതിലും യാതൊരു സംശയവുമാണ്. പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി റസാഖ് അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കളെ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മണ്ഡലത്തിൽ നിന്നും സമാഹരിച്ച 12 ലക്ഷം രൂപ മണ്ഡലം കമ്മിറ്റി ജില്ലാ ഭാരവാഹികൾക്ക് കൈമാറി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയൻകാവ്, ടി പി സക്കീർ, ഷെയ്ഖ് ചിന്നാവ, ജില്ലാ സെക്രട്ടറിമാരായ പ്രജിത് പട്ടാമ്പി, ഒ അരവിന്ദൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ട്രഷറർ കെ ടി ഷാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ 16 യൂണിറ്റുകളിൽ നിന്നായി 250-ൽ പരം വ്യാപാരികൾ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വയനാടിന് കൈത്താങ്ങാവാൻ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചായയും കടിയും വിൽപ്പന നടത്തി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളാണ്
ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത്. താൽക്കാലിക ചായക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ ഉദ്ഘാടനം ചെയ്തു. അവർ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ചായയും കടിയുമാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരുന്നത്. കരിങ്കല്ലത്താണി ടൗണിൽ സ്ഥാപിച്ച താൽക്കാലിക ചായക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ അധ്യക്ഷനായി. അധ്യാപകൻ P മുബഷീർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വാക്വിത്ത് കുഞ്ഞാൻ, CDS ചെയർപേഴ്സൺ രാജേശ്വരി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 8500 രൂപ സമാഹരിക്കാൻ സാധിച്ചു. ഈ തുക മുഴുവൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് അധ്യാപകർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ഹെൽത്ത് സബ് സെന്ററിന്റെ നേതൃത്വത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബാപ്പുജി ചിൽഡ്രൻസ് പാർക്കിൽ നടന്ന പ്രദർശനം ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ ഉദ്ഘാടനം ചെയ്തു. അമ്മമാർ വീടുകളിൽ നിന്ന് തയ്യാറാക്കിയ വിഭവങ്ങളാണ് പ്രദർശനത്തിനായി കൊണ്ടുവന്നത്. രാജസ്ഥാൻ സ്വദേശികളായ സന്തോഷി, പത്മ എന്നീ 2 വീട്ടമ്മമാരുടെ വിഭവങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. പോഷക ഗുണമുള്ള മികച്ച വിഭവങ്ങൾ ഉണ്ടാക്കിയ 3 അമ്മമാർക്ക് പ്രത്യേക സമ്മാനങ്ങളും പങ്കെടുത്തവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ഇത്രയൊന്നും വലിയ തോതിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്, പരിപാലിക്കേണ്ടത്, ഒരു സമൂഹത്തിൽ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, നമ്മുടെ വീട് വൃത്തിയുള്ളതായി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ളതിനൊന്നും ഇത്തരം ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നു അല്ലേ. ഇന്നിവിടെ ജയകൃഷ്ണ സിസ്റ്റം പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാത്തൊന്നുമില്ല കേട്ടോ. എലിപ്പനി എലി കാരണമാണ് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ അത് വരാതിരിക്കാനും അതിൻ്റെ വിസർജ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് രോഗാണു കടന്നു വരാതിരിക്കാനും വേണ്ടിക്കൊണ്ടുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ആരോഗ്യവകുപ്പ് ജീവനക്കാരായ P ജയകൃഷ്ണൻ, മഞ്ജു PT, പ്രസീത AP എന്നിവർ ക്ലാസ് എടുത്തു. ആരോഗ്യ പ്രവർത്തകരായ ലത മാടമ്പിയിൽ, AP ഭാർഗവി, A വത്സലകുമാരി, K ജയ എന്നിവർ പങ്കെടുത്തു. മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂം സെപ്റ്റംബർ 17 ചിങ്ങം 1 ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ ഉദ്ഘാടനം നിർവഹിക്കും. മാനത്തമംഗലം ബൈപ്പാസ് റോഡിൽ വാവാസ് മാളിന് എതിർവശത്തായി 10,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 4 നിലകളിലായാണ് ഷോറൂം ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ ചെട്ടിനാട്, ആൻറ്റിക്, സിംഗപ്പൂർ, ഇറ്റാലിയൻ ഡിസൈനുകളുടെ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതെന്നും BIS ഹാൾമാർക്കഡ് മുദ്രയുള്ള സംശുദ്ധമായ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് വിപണനം നടത്തുന്നതെന്നും മദേഴ്സ് ഗോൾഡ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വർണ്ണാഭരണങ്ങൾ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിപണനം നടത്തി വ്യത്യസ്ത ആശയവുമായി രംഗത്തുള്ള മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് തൃശൂരിലും പാലക്കാടും നിലവിൽ ഷോറൂമുകളുണ്ട്. 33 വർഷത്തോളമായി കേരളത്തിന് അകത്തും പുറത്തുമുള്ള ചെറുകിട സ്വർണ്ണാഭരണ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മൊത്തവിതരണം നടത്തി വരുന്നു. ഇതിന്റെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ ഷോറൂം ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 17 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ ഷോറൂം ഉദ്ഘാടനം ചെയ്യും. BIS ഹാൾമാർക്ക് മുദ്രയുള്ള സംശുദ്ധമായ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ഷോറൂമിലൂടെ വിപണനം നടത്തുക. ഏറ്റവും പുതിയ ചെട്ടിനാട്, ആൻറ്റിക്, സിംഗപ്പൂർ, ഇറ്റാലിയൻ ഡിസൈനുകളുടെ ശേഖരം ഒരുക്കിയിട്ടുണ്ടെന്ന് മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണക്കാരായ കസ്റ്റമേഴ്സിന് സംതൃപ്തി നൽകി സ്വർണ്ണാഭരണ വിപണിയിൽ വ്യത്യസ്തമായ വിപണന രീതിയാണ് മദേഴ്സ് ഗോൾഡ് സ്വീകരിച്ചു വരുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ മുജീബ് മീര സാഹിബ് പറഞ്ഞു. ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോൾസെയിൽ റേറ്റിന് വളരെ ട്രാൻസ്പെറൻസി, കാരണം ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയി, എല്ലാ ഇൻഫർമേഷനും എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി. ഇന്നിപ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്സിൽ എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ കേരളം പോലുള്ള മാർക്കറ്റിൽ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ട്രാൻസ്പെറൻസി ഇപ്പോഴും എത്തിയിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട്, ചെറിയൊരു ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാലക്കാടും തൃശ്ശൂരും ഗംഭീരമായ റെസ്പോൺസാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് കാര്യമായിട്ട് ഹ്യൂജ് മാർക്കറ്റിംഗ് ബഡ്ജറ്റൊന്നും ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഞങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമർ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് അതിൻ്റെ സേവിങ്സ് മനസ്സിലാക്കി അവർ 10 ആളുടെ അടുത്ത് പറഞ്ഞ്, അവരുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറഞ്ഞ്, അവർ പറഞ്ഞറിഞ്ഞ് വരുന്ന കച്ചവടം ഞങ്ങൾക്കുള്ളത്. സീനിയർ മാനേജർ ഷാബി P ഡേവിഡ്, ഷോറൂം മാനേജർ ബിനീഷ് തോരാട്ടിൽ, ഫ്ലോർ മാനേജർ പ്രസാദ് അരിപ്ര, സുന്ദർകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ BIS 916 മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനും ലളിതമായ മാസത്തവണകളിലൂടെ പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള മദേഴ്സ് സ്മൃതി പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. മദേഴ്സ് സ്മൃതി പദ്ധതിയിൽ മൊബൈൽ ആപ്പിലൂടെ അംഗമാകുവാനും മാസത്തവണകളായി പണമടയ്ക്കുവാനും സാധിക്കും.
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പണിക്കൂലിയിൽ ഇളവുള്ള വിവിധ ഡിസ്കൗണ്ട് സ്കീമുകൾ ഓഗസ്റ്റ് 31 വരെ നീണ്ടു നിൽക്കും. ചെറുപ്പളശ്ശേരി സഹകരണ ആശുപത്രിയിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു. കെ.ബി. സുഭാഷാണ് പുതിയ ചെയർമാൻ. പുതിയ ചെയർമാനായി കെ.ബി. സുഭാഷ്, വൈസ് ചെയർമാനായി അഡ്വക്കേറ്റ് എം. വിനോദ് കുമാർ എന്നിവരാണ് ബുധനാഴ്ച ചുമതലയേറ്റത്. മറ്റ് ബോർഡ് കമ്മിറ്റി അംഗങ്ങളായി ഐ. ഷാജു, കെ. രവീന്ദ്രൻ, കെ. കൃഷ്ണദാസ്, മഹേഷ് ബി. സി. സുരേഷ് ബാബു, നസൂമുദ്ദീൻ പി, കിരൺജിത്ത് കെ. ദീപ എ. ശ്രീലത, നിത പറവിൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ആശുപത്രി സെക്രട്ടറി ജിതേഷ്, യൂണിയൻ സെക്രട്ടറി വി.കെ. സജിത്ത്, വനജ, ബബിത തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അംഗങ്ങളെ ജീവനക്കാർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. ചെർപ്പളശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയുടെ പുതിയ ഭരണസമിതി യോഗം ചേർന്ന് എന്നെ ചെയർമാനും കുലുക്കല്ലൂരിൽ നിന്നുള്ള ഡയറക്ടർ എം. വിനോദ് കുമാറിനെ വൈസ് ചെയർമാനുമായി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ സഹകരണ ആശുപത്രി 2009 പ്രവർത്തനം ആരംഭിച്ചത് മുതൽ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര ശുശ്രൂഷ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ സമയത്ത് നിരവധി പ്രതിസന്ധികളെ ഭരണസമിതിയും അതുപോലെ തന്നെ ജീവനക്കാരും നേരിട്ടിട്ടുണ്ട്. എങ്കിലും ഈ സ്ഥാപനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമമാണ് കഴിഞ്ഞ ഭരണസമിതികളുടെ കാലത്തെല്ലാം ഉണ്ടായത്. സഹകരണ ആശുപത്രിക്ക് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കാനും ഇപ്പോൾ ആ കെട്ടിടം കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ സൗകര്യപ്രദമാക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഭരണസമിതിയെ സംബന്ധിച്ചും ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചും ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരമാവധി പരിഹരിക്കാൻ ജനങ്ങളെ ആകെ യോജിപ്പിച്ച് എല്ലാവരുടെയും സഹകരണത്തോടെ ഇത് ചെർപ്പളശ്ശേരിയിലെ എല്ലാ രാഷ്ട്രീയത്തിനതീതമായ എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണ് ഈ ആശുപത്രി എന്ന ധാരണയിൽ ഇത് കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭരണസമിതി നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നഗര നവീകരണത്തിലെ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ചെറുപ്പശ്ശേരി നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച്. ഭരണസമിതിയുടേത് ജനദ്രോഹ നടപടികളെന്ന് നേതാക്കൾ. യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിക്കുന്നു. വരോട് അനങ്ങന്മലയിലെ കോറിയിലെ കരിങ്കൽ ഖനനം ഉടൻ പുനരാരംഭിക്കേണ്ടെന്ന് ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശം. കോറിയിൽ വിവിധ വകുപ്പുകൾ ചേർന്നുള്ള പരിശോധന ഉടൻ. കോറികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 16 അനങ്ങനടി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സംരക്ഷണ വലയം തീർക്കും. മണ്ണാർക്കാട് വീട്ടിൽ ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തിയവർ 20 ലക്ഷം രൂപ കവർന്ന സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെപ്പറ്റി വിവരം ലഭിച്ചതായി സൂചന. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശി വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടി. ചെറുപ്പളശ്ശേരി ചെമ്പരത്തിമാട് മലയിലെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPM പ്രക്ഷോഭത്തിന്. പ്ലാന്റിൽ നിന്നും അസഹനീയമായ ദുർഗന്ധമെന്ന് നേതാക്കൾ. അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആഗസ്റ്റ് 16 മുതൽ അനിശ്ചിതകാല സമരം നടത്തും. വയനാട്ടിലെ ദുരിതബാധിതർക്ക് താങ്ങായി SNDPയും. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ലളിതമാക്കി. ആ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ആഗസ്റ്റ് 20 നിശ്ചയിച്ച ഘോഷയാത്രയും പൊതുസമ്മേളനവും ഒഴിവാക്കിയതായി പെരിന്തൽമണ്ണ യൂണിയൻ ഭാരവാഹികൾ. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ പറമ്പൻ തരിശി കനാൽ റോഡിന്റെ അടിഭാഗം അടർന്നു വീണു. ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയിൽ. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.